പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്, റിപ്പോർട്ടറിന്റെ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. CMRL എക്സാലോജിക് ഇടപാടിലെ കേസിൽ SFIO കുറ്റപത്രത്തിനൊപ്പം രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെട്ട ഡയറിയും CMRL ഉദ്യോഗസ്ഥരുടെ ഡയറിയിലുള്ള പേരുകളാണ് കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. CMRL ഓഫീസിലെ റെയ്ഡിനിടെയാണ് SFIO രേഖകൾ പിടിച്ചെടുത്തത്. SS ശരണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരൺ, വീണ വിജയനെ പ്രതി ചേർക്കുന്നു, ഒപ്പം ശശിധരൻ കർത്തായും പ്രതി ചേർക്കുന്നു. പക്ഷേ കുറ്റപത്രത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ഉയർന്ന ആരോപണങ്ങൾ അതിപ്പോൾ കുറ്റപത്രത്തിനൊപ്പം നൽകിയ ഡയറിയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതായത് അക്കാര്യങ്ങളിലേക്ക് കൂടി വിശദമായ അന്വേഷണം വേണമെന്നത് തന്നെയാണോ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്? വിനീത, കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഇനി കോടതി ഇടപെടലിന്റെ ഭാഗമായിട്ട് കൂടിയേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമായും ഇന്നലെ ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ കുറ്റപത്രത്തിലെ ചില വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നതാണ്, അതിൽ നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ്. എന്നാൽ അതിനപ്പുറമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റഡ് ആയിട്ട് ഉള്ള ഭാഗമെന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെട്ട ഡയറി കൂടി ഈ കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയ വിവാദം കൊഴുത്തിരുന്നതാണ്. പ്രത്യേകിച്ച് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ തന്നെ ഇത് എക്സാലോജിക്കുമായിട്ടുള്ള ഇടപാടുകൾ മാത്രമല്ല, CMRL അനധികൃതമായിട്ട് പല രാഷ്ട്രീയ നേതാക്കൾക്കും പല സ്ഥാപനങ്ങൾക്കും പണം നൽകിയിട്ടുണ്ടെന്നുള്ളതായിരുന്നു. അങ്ങനെ ഏകദേശം 135 കോടി രൂപ കൈമാറിയിട്ടുണ്ടെന്നുള്ള വിവരമടക്കമാണ് അന്ന് കണ്ടെത്തലായി വരികയും ചെയ്തിരുന്നത്. അതിൽ തന്നെ OC, RC, PV അടക്കമുള്ള പല പേരുകളും ഉണ്ടായിരുന്നു. ആ പേരുകളെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഈ പേരുകൾ ഉൾപ്പെട്ട ഡയറി ഇപ്പോൾ കുറ്റപത്രത്തിനൊപ്പം SFIO കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിലാണ് ഈ ഡയറിയുടെ സാന്നിധ്യം കൂടി കാണാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായും കാണേണ്ടത് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് SFIO ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നത്. അതിനു മുമ്പ് 2 തലത്തിലുള്ള അന്വേഷണം ഉണ്ടായിരുന്നു. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണം ഉണ്ടായിരുന്നു. അതിന് പുറമെ തന്നെ ROC അന്വേഷണം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും ഉയർന്ന അന്വേഷണമായ SFI അന്വേഷണം പ്രഖ്യാപിക്കുകയും SFIO ഈ അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെ കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ റെയ്ഡുകൾ നടന്നിരുന്നു. എറണാകുളത്തെ CMRL ഓഫീസ് കേന്ദ്രീകരിച്ച് റെയ്ഡുകൾ നടത്തിയിരുന്നു. ആ റെയ്ഡ് നടത്തിയപ്പോഴാണ് CMRL ഉദ്യോഗസ്ഥരുടെ രേഖകൾ, അതായത് ഡയറികൾ പ്രധാനമായും SFIO പിടിച്ചെടുത്തിരുന്നത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് CMRL ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ അതിൽ എഴുതിയിരുന്നു ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്ക് എത്രത്തോളം തുക കൈമാറിയിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് ആ ഡയറിയിലുള്ളത്. ആ ഡയറി കൂടി ഇപ്പോൾ കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കുറ്റപത്രത്തിൽ പ്രധാനമായും പ്രതികളുണ്ട്. നമുക്കറിയാം, ഇന്നലെ തന്നെ ആ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ CMRL MD ആയ ശശിധരൻ കർത്ത, CMRL ഉദ്യോഗസ്ഥരടക്കം പ്രതികളാണ്. ഇതിന് പുറമെയാണ് ഇപ്പോൾ ഈ ഡയറി കൂടി അവിടെ ഹാജരാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി കോടതിയുടെ നടപടി എന്ന് പറയുന്നത് കോടതി കുറ്റപത്രം സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കണം. അതിനുശേഷം സമൻസ് അയക്കുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. അപ്പോൾ അതിനൊപ്പം തന്നെ ഈ കാര്യങ്ങൾ കൂടി ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നോ എന്നുള്ളൊരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് SFIO നേരിടേണ്ടി വന്നാൽ അപ്പോഴായിരിക്കും നമുക്ക് രാഷ്ട്രീയ വശം കൂടിയുണ്ടല്ലോ. കാരണം വീണ വിജയനെ പ്രതി ചേർത്തതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസും BJPയും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വാർത്താ സമ്മേളനം നടത്തി ആവശ്യപ്പെട്ടതും മുഖ്യമന്ത്രിയുടെ രാജിയാണ്. അങ്ങനെ പ്രതിഷേധം തുടരുന്നതിനിടെ നമുക്കറിയാവുന്ന പോലെ നേരത്തെ UDF നേതാക്കൾക്കെതിരെയൊക്കെയാണ് ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. അവരുടെ പേരുകൾ ഈ ഡയറിയിലുണ്ട് എന്നൊക്കെ ഉണ്ടായിരുന്നു. ഏത് അന്വേഷണം നേരിടാമെന്ന് പറയുമ്പോൾ പോലും മുഖ്യമന്ത്രിക്കെതിരെ CPM-നെതിരെ നടത്തുന്ന ഈ പ്രതിഷേധങ്ങളെ അത് പ്രതിരോധത്തിലാക്കില്ലേ? വിനീത, സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നത് കുറ്റപത്രം വന്നതിന് പിന്നാലെ CPM ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ഇത് BJPയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ വഴി CPM-നെ സർക്കാരിനെയൊക്കെ തന്നെ വേട്ടയാടുകയാണെന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറം വിനീത സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇത് ഒരു CPM എന്നുള്ള ഒരു പാർട്ടിയിലെ നേതാക്കൾക്ക് മാത്രം കൈമാറിയതല്ല, മറിച്ച് കോൺഗ്രസ് അടക്കമുള്ള ഈ പാർട്ടികളിലെ നേതാക്കളും ഇത് കൈപ്പറ്റിയെന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും
എത്രത്തോളം CPM-നെ ഇത് വച്ചുകൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് കോൺഗ്രസിനും CPM-നും പരസ്പരം പഴിചാരിയുള്ള ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ആ വിധത്തിൽ തന്നെ ഈ കോൺഗ്രസിലെ ആണെങ്കിലും CPM-ലെ ആണെങ്കിലും നേതാക്കളുടെ പേരുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. RC OC അടക്കമുള്ള ഈ പേരുകളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ CPM അത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരുന്നതാണ്. എന്നാൽ PV എന്നുള്ളൊരു പേരിലേക്ക് എത്തിയപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ പേരാണ്, അതായത് പിണറായി വിജയന്റെ പേരാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അതിനെ ചെറുതായിട്ട് എഴുതിയിരിക്കുക, അത് ഷോർട്ടായിട്ട് PV എന്നുള്ളത് കാണിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിവാദമാക്കി കോൺഗ്രസ് തന്നെ മാറ്റുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടടക്കം BJP-യും കോൺഗ്രസും പ്രതിഷേധം തുടരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഏതൊക്കെ നിലയിലായിരിക്കും ഇത് വ്യാപിക്കുക എന്നുള്ളതാണ്. ഇത് ഈ കുറ്റപത്രത്തിനൊപ്പം ഈ ഡയറി വരുമ്പോൾ തന്നെ അതിൽ ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളെല്ലാം വരുമ്പോൾ തന്നെ അത് രാഷ്ട്രീയ രംഗം ഒന്നുകൂടി കൊഴുക്കുന്നതിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ ചൂടുപിടിക്കുന്നതിന് ഇടയാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, SS ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും രാഷ്ട്രീയ നേതാക്കളുടെ പേരുള്ള ഡയറിയും കുറ്റപത്രത്തിനൊപ്പം നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. CMR ഉദ്യോഗസ്ഥരുടെ ഡയറിയിലുള്ള പേരുകളാണ് ഇപ്പോൾ കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇനിയുള്ള നടപടികൾ എന്താകും എന്നത് തന്നെയാണ് ആകാംക്ഷ.